പ്രിയമുള്ള കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാരെ. അങ്ങനെ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളൊരു വാഴക്കൂമ്പ് ഒടിക്കാനായിട്ട് പോവുകയാണ്. വാഴ മൊത്തത്തിൽ ചിലപ്പോൾ താഴെ പോകും. എന്തായാലും ഒടിഞ്ഞു പോകുന്നു. ഇന്ന് ഇതുകൊണ്ടാണ് നമ്മൾ അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കുന്നത്. വാഴ മൊത്തം ചൂട് കാരണം ഉണങ്ങിയൊക്കെ നിൽക്കുക. നമ്മുടെ സ്ഥലമൊക്കെ പാറപ്പുറമൊക്കെയാണ്, എല്ലാം കാടും വീടുമൊക്കെ. അങ്ങനെ നമ്മൾ വാഴക്കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 1-2 പോള കൂടി അടർത്തിയതിനു ശേഷം ഈ വീഡിയോ കാണുന്നത് പോലെ ചെറുതായിട്ട് കുത്തി എറിഞ്ഞെടുക്കാം. ഇന്ന് എൻ്റെ വൈഫ് വീട്ടിലുണ്ട്. അവളാണ് ഇന്ന് ഈ വാഴക്കൂമ്പ് കുത്തി എറിഞ്ഞ് തന്ന് സഹായിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അങ്ങനെ നമ്മൾ വാഴക്കൂമ്പ് അവസാനം വരെ കുത്തിയരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരെ, ചില നാടുകളിൽ ഇത് ഉപ്പിട്ട് കഴുകി എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ കഴുകുന്നില്ല, കഴുകി പിഴിഞ്ഞെടുക്കാറുണ്ട്. കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് നഷ്ടമാകും. നമ്മൾ ആദ്യം തന്നെ കൂമ്പ് കഴുകിയാണ് എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനം ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 സ്പൂൺ ജീരകം, വലിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഒരു 50 ഗ്രാം തുവരപ്പരിപ്പ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം. അങ്ങനെ പരിപ്പ് വെന്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. കുക്കറിൽ വെക്കുന്നവർ അതനുസരിച്ചിട്ട് വെള്ളം പറ്റി എടുക്കുക. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ചതച്ച് മിക്സിയിലോ അരകല്ലിലോ ഒന്ന് ചതച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം മാത്രമേ ചേർക്കാവൂ. അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. ഈ വാഴക്കൂമ്പിൽ തന്നെ വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളം മാത്രം വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഞെരടിയെടുക്കുക. അല്പം കൂടെ വെള്ളം തളിച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അടുപ്പിലേക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെണ്ണയാണോ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മളോട് കൂട്ടുകൂടാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല നാട്ടുമ്പുറത്തെ പാചകം കാണുവാനായിട്ട് നമ്മുടെ ചാനലിൽ കൂട്ടുകൂടുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഒപ്പം ഹൈപ്പും തന്ന് സഹകരിക്കുക. അതിനുശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അത് അടച്ച് വെച്ച് ആവി കൊള്ളിക്കുകയാണ്. നമുക്കത് ഒന്ന് തുറന്നു നോക്കാം. അധികം വെള്ളം വെക്കാത്തത് കൊണ്ട് കുറച്ച് നേരം മാത്രം ആവി കൊള്ളിച്ചാൽ മതി. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. നല്ലതുപോലെ എല്ലായിടും ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴും അല്പം ഉപ്പിട്ടിട്ടുണ്ട്.
ഇതിന് ഉപ്പ് അല്പം കൂടി വേണം, നമ്മൾ അത് ആഡ് ചെയ്യുകയാണ്. പരിപ്പിൽ ഉപ്പിട്ടതനുസരിച്ച് വേണം നമ്മൾ ഇതിന് ഉപ്പിട്ട് കൊടുക്കാൻ. വീണ്ടും നമ്മൾ നല്ലതുപോലെ ആ ഉപ്പ് എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ തുവരപ്പരിപ്പ് കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പം താഴെ കാണുന്ന ഹൈപ്പ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ തുവരപ്പരിപ്പെല്ലാം നമ്മൾ ഇട്ടിട്ട് ഒന്നുകൂടി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തുവരപ്പരിപ്പ് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം തീ കുറച്ച് മാത്രം ഇടുക, കാരണം നമ്മുടെ കൂമ്പിൽ നമ്മൾ വെള്ളം അധികം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തീ കുറച്ചിട്ടതിന് ശേഷം അടപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി ഒളിച്ചെടുക്കുക. പ്രിയമുള്ള കൂട്ടുകാരെ, അങ്ങനെ നമ്മളുടെ കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല ഒരു വിഭവമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ഒപ്പം ഹൈപ്പോട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.